ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ ന്യൂട്രീഷൻസ് രേവതി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിയ സീഡ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. എല്ലാവർക്കും ചിയ സീഡ്സിനെ പറ്റി അറിയാം, പക്ഷെ അത് ഏത് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചിയ സീഡ് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത്? എപ്പോഴും വെള്ളത്തിൽ സോക്ക് ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാവൂ. അത് അതേപടി കൺസ്യൂം ചെയ്യുന്നത് ഹെൽത്തിന് പ്രശ്നമാണ്, പ്രത്യേകിച്ച് ബ്ലോട്ടിംഗ് ഉള്ളവർക്ക്. കാരണം ചിയ സീഡിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യും. സോ അത് എപ്പോഴും സോക്ക് ചെയ്ത് മാത്രം കൺസ്യൂം ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുന്നത് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ എടുക്കുന്നത് ഷുഗർ സ്പൈക്ക് തടയാനും യൂസ്ഫുൾ ആണ്. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അൺവാണ്ടഡ് ക്രീംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. നൈറ്റിൽ എല്ലാവർക്കും എടുക്കാം, പക്ഷേ ബ്ലോട്ടിംഗ് ഉള്ളവർ യൂസ് ആക്കണ്ട. പിന്നെന്താണ്, നമുക്ക് ഒരു 1 to 2 ടേബിൾ സ്പൂൺ വരെ ഡെയിലി ചിയ സീഡ് കൺസ്യൂം ചെയ്യുന്നത് പ്രോബ്ലം ഇല്ല. ചിയ സീഡ് ഫൈബർ റിച്ച് മാത്രമല്ല കേട്ടോ, പ്രോട്ടീൻ റിച്ചും omega-3 ഫാറ്റി ആസിഡ്സും ധാരാളം ഉണ്ട്. അപ്പോൾ ചിയ സീഡ് സൂപ്പർ ഫുഡ് തന്നെയാണ്, പക്ഷെ അത് ശരിയായ രീതിയിൽ, ശരിയായ സമയത്ത്, ശരിയായ ക്വാണ്ടിറ്റിയിൽ യൂസ് ആക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.